ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റെസിപ്പിയാണ് ഒരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ. വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഴുത്ത മാങ്ങ, ബ്രെഡ്, ഞാൻ വീറ്റ് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, പിന്നെ തേങ്ങാപ്പാൽ വേണം. അതോടൊപ്പം തന്നെ നമുക്ക് സ്വീറ്റ്നറായിട്ട് യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം വേണം. ഞാനിവിടെ ഹണിയാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത മാങ്ങ നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ബ്രെഡ് എടുക്കുക. നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ബൗളോ ഗ്ലാസ്സോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതിൻ്റെ അളവിലായിട്ട് നമ്മൾ ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കുക. ഞാനിങ്ങനെ വട്ടത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ വെക്കുന്ന ഒരു ഗ്ലാസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ഒരു അളവിനാണ് ഞാൻ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതേപോലുള്ള കഷ്ണങ്ങൾ നമ്മളിങ്ങനെ ലെയറായിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പം ഇപ്പോൾ എത്ര ലെയറാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പീസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൗളോ ഗ്ലാസ്സോ നമുക്ക് എടുക്കാം. ഞാനൊരു ഗ്ലാസ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ സ്ലൈസസ് ഓരോന്നായിട്ട് വെക്കണം. ഇതേപോലെ ഇറക്കി, ഇപ്പം ഇതിൽ ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ സ്ലൈസ് ആദ്യത്തെ ലെയറാണ്. അതിങ്ങനെ കുറച്ച് താഴേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കുറച്ച് തേങ്ങാപ്പാലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ എടുക്കും. ആ മാങ്ങ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇട്ടും, കുറച്ച് മാങ്ങ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് വെക്കും. അതങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിത് ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇത് തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യും അടുത്ത ലെയറായിട്ട്. നമ്മൾ ഇതേപോലെ സ്ലൈസ് ബ്രെഡ് വെക്കും, അതിൽ മുകളിലേക്ക് പാല്, പിന്നെ മാമ്പഴം, ഇതെല്ലാം വെക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു സ്വീറ്റ്നറിൻ്റെ ഒരു ആവശ്യം പറഞ്ഞിരുന്നു. അപ്പം ആ ലാസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് നമ്മളൊരു തേൻ ഒഴിക്കും. ഞാൻ തേനാണ് എടുത്തിരിക്കുന്നത്. തേൻ ഒഴിക്കും. അതങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് വെക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഇത് നമുക്കിനി ഒരു 20 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാം. സമ്മർ ഡേ ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നൈസായിട്ടുണ്ട്.